ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഓർഗനൈസിങ് വീഡിയോ ആയിട്ടാണ്. ഞാൻ ഇതിന് മുന്നേ പല ടൈപ്പ് ഓർഗനൈസിങ് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കിച്ചൺ, വാർഡ്രോബ്, ഫ്രിഡ്ജ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഡ്രസ്സിംഗ് ടേബിൾ ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ കുറച്ച് പോർഷൻസ് ആണ് കേട്ടോ, എങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഡ്രസ്സിംഗ് ടേബിൾ ഓൾറെഡി ഓർഗനൈസ്ഡ് ആണ്, അതിനകത്ത് പ്രത്യേകിച്ചൊന്നും മാറ്റാനൊന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നോക്കി തുടങ്ങിയപ്പോഴേ മനസ്സിലായത് കുറേ സാധനങ്ങൾ ഡീക്ലട്ടർ ചെയ്യേണ്ടതായിട്ടും ഉണ്ടായിരുന്നു. അതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിൻ്റെ പുറത്ത് അല്ലെങ്കിൽ സെൻറ്റിമെൻറ്റ്സിൻ്റെ പുറത്ത് വെച്ചുകൊണ്ടിരുന്ന കുറേ സാധനങ്ങളുണ്ടായിരുന്നു. മെയിൻലി നമ്മളിങ്ങനെ ഇഷ്ടപ്പെട്ടു പോയ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടാവത്തില്ലേ, അപ്പം അവിടത്തെയൊക്കെയുള്ള എൻട്രി പാസ് വെച്ചിട്ടുണ്ടായിരുന്നു 3-4 സ്ഥലങ്ങളുടെയൊക്കെ. അപ്പം ഞങ്ങളുടെ 4 പേരുടെയും അതെല്ലാം ഇങ്ങനെ അടുക്കി വെക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരു സ്പേസ് എടുക്കും. പക്ഷെ ഞാനത് കളയാതെ ഇത്രയും വർഷങ്ങളായിട്ട് വെച്ചത് എൻ്റെ വിചാരം ഇതൊക്കെ കാണുമ്പോഴത്തേക്കിനും നമുക്ക് മെമ്മറീസ് കിട്ടുന്നൊക്കെയായിരുന്നു. പക്ഷെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായത് നമ്മൾ ഈ ഡ്രോവർ ഓപ്പൺ ചെയ്യുന്ന സമയത്തൊക്കെ ഇത് കാണുന്നു എന്നുള്ളതല്ലാതെ അതൊന്നും ഒരു തരത്തിലും മെമ്മറീസ് ഒന്നും കൊണ്ടുവരുന്നില്ല. ഇതൊരു സ്പേസ് വേസ്റ്റേജ് മാത്രമാണ്. അപ്പോൾ ഇതുപോലെ സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻറ്റിൻ്റെ പുറത്ത് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡീക്ലട്ടർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരുപാട് സ്പേസും കിട്ടും. പിന്നെ അതുപോലെ എനിക്ക് ഇതിനകത്ത് കളയാൻ പറ്റിയ ഞാൻ മാറ്റിയ സാധനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം, ഈ വർഷമല്ല കേട്ടോ, കഴിഞ്ഞ വർഷം കുറേ ഇവൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഇവൻറ്റ്സിനൊക്കെ പോകുമ്പോൾ അറിയാലോ, അവിടെ എല്ലാം ഈ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്കിങ്ങനെ കുറേ സാമ്പിൾ പ്രോഡക്റ്റ്സ് കിട്ടും. അത് പല ടൈപ്പ് പ്രോഡക്റ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടെ കിട്ടിയതും എല്ലാം ഞാൻ ഇതിനകത്ത് തന്നെ ഡംപ് ചെയ്ത് ആദ്യത്തെ ഒരു 1-2 ഡ്രോവർ എല്ലാം നമ്മൾ എപ്പോഴും ഓർഗനൈസ് ചെയ്ത് വെക്കും. കാരണം അവിടെ നിന്നായിരിക്കും നമ്മൾ കൂടുതൽ സാധനങ്ങൾ എടുക്കുന്നത്. താഴത്തെ 2 ഡ്രോവേഴ്സിലായിരുന്നു എല്ലാം അടുക്കി തന്നെ ഇരിക്കുന്നത്, പക്ഷെ കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ കിട്ടുന്ന സാമ്പിൾ പ്രോഡക്റ്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളാരും അതങ്ങനെ യൂസ് ചെയ്യാനൊന്നും പോകുന്നില്ല അല്ലേ. ഇപ്പോൾ ക്രീംസ് ആണെങ്കിലും അല്ലെങ്കിൽ ഫേസ് വാഷ് അല്ലെങ്കിൽ പീൽ ഓഫ് മാസ്ക് അതൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാനൊന്നും പോകുന്നില്ല. പക്ഷെ നമുക്ക് സാമ്പിൾ കിട്ടിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് കളക്ട് ചെയ്തിട്ട് ഇതിങ്ങനെ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം എനിക്ക് മാറ്റാൻ പറ്റി. അതെല്ലാം ഞാൻ ഇതിനകത്ത് മാറ്റി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്ന കുറേ സാധനങ്ങളും പിന്നെ ഇങ്ങനെ കിട്ടിയ സാമ്പിൾ പ്രോഡക്ട്സും എല്ലാം മാറ്റിയപ്പോൾ തന്നെ കുറേ സ്പേസ് കിട്ടി. പല പല റീസൺസ് കൊണ്ട് ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങളായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ഡീക്ലട്ടർ ചെയ്തിട്ട് ഓർഗനൈസ് ചെയ്ത് ഒന്നും കൂടെയൊക്കെ ഒന്നെല്ലാം ഓർഗനൈസ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് വെച്ചേക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മുകളിൽ തന്നെ ഞാനൊരു വെർട്ടിക്കൽ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അതെന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ആ ഒരു വെർട്ടിക്കൽ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് 2 തട്ടുള്ള ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ഓവറോൾ ആയിട്ട് കാണിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇതും ഇതുപോലെ നമ്മൾക്ക് മേക്കപ്പ് പ്രോഡക്ട്സോ അങ്ങനത്തെ എല്ലാം കൂടെ വെക്കാനായിട്ട് കിട്ടുന്ന ഒരു ഓർഗനൈസറാണ്. പിന്നെ നമുക്ക് എപ്പോഴും ഉപയോഗമുള്ള കോംബ്, സിസേഴ്സ് അതെല്ലാം ഓർഗനൈസ് ചെയ്തിട്ട് ഈ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ അടുത്ത് തന്നെ വെക്കാനായിട്ട് ഒരു ഓർഗനൈസർ അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഡ്രസ്സിംഗ് ടേബിളിലെ മിററിൽ ഞങ്ങളുടെ 2 പേരുടെയും പാരൻസിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് കുറേ നാളായിട്ട് ഇവിടെ ഉള്ളതാട്ടോ. അത് നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, ഒരു സെക്യൂരിറ്റിയാണ്. എപ്പോഴും നമ്മൾ ആ ഫോട്ടോസൊക്കെ കാണുമ്പോഴത്തേക്കിനും തോന്നലുണ്ട്. നമ്മൾ മിററിൽ എന്ന് പറയുമ്പോൾ എപ്പോഴും നോക്കലുള്ളതാണല്ലോ. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ഡ്രോവറിൽ എപ്പോഴും ഉപയോഗമുള്ള അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് ഫസ്റ്റ് ഡ്രോവറിൽ വെച്ചേക്കുന്നത്. ഇതിനകത്ത് കുറേ സേഫ്റ്റി പിൻസ് കാണാം. ഞാൻ സേഫ്റ്റി പിൻ ഇതുപോലെ എനിക്കൊന്ന് നാട്ടിൽ പോയപ്പോഴത്തേക്കിനും വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം സേഫ്റ്റി പിൻ പലപ്പോഴും കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ പെട്ടെന്ന് തീർന്നു പോവുകയും ചെയ്യലുണ്ട്. അപ്പം ഇതിനൊരു സ്പെസിഫിക് പ്ലേസ് ഉണ്ട്. ഈ സേഫ്റ്റി പിൻ എടുത്താലും എപ്പോഴും ഇവിടെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ നെയിൽ കട്ടർ, സേഫ്റ്റി പിൻ എല്ലാം ഈ ഒരു സ്പേസ് തന്നെ ഉള്ളത്. അപ്പം വീട്ടിൽ ആർക്കാണെങ്കിലും അറിയാൻ പറ്റും ഇത് ഇന്ന സ്ഥലത്ത് ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തപ്പി നടക്കേണ്ട ഒരു ആവശ്യം വരാറില്ല. ഈ സ്കാർഫിൽ കുത്തുന്ന പിൻ ഞാൻ നമ്മളുടെ വാച്ചൊക്കെ വാങ്ങുമ്പോഴത്തേക്കിനും കിട്ടുന്ന ആ ഒരു സ്പഞ്ച് ഉണ്ടല്ലോ, അതിലാണ് കുത്തി വെച്ചേക്കുന്നത്. അപ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങൾ കുറച്ച് ഇവിടെയും ഈ ഒരു സ്റ്റാൻഡിലും പിന്നെ ഫസ്റ്റ് ഡ്രോവറിലും ആയിട്ടാണ് എൻ്റെ സാധനങ്ങളുള്ളത്. ഇതിനകത്ത് 2-നകത്തും ആകുമ്പോഴത്തേനും നമ്മൾക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം അതിൽ നിന്ന് കിട്ടും. സെക്കൻഡ് ഡ്രോവറിലേക്ക് പോയാൽ അങ്ങനെ എപ്പോഴും ആവശ്യമില്ലാത്ത സാധനങ്ങൾ, നമ്മൾ എപ്പോഴും ഉപയോഗിക്കാത്ത സാധനങ്ങളാണ് സെക്കൻഡ് ഡ്രോവറിലേക്ക് വെക്കാൻ പറ്റുന്നത്. ഒരു നെയിൽ പോളിഷാണ്. അതായത് നെയിൽ പോളിഷ് എന്ന് ഉദ്ദേശിച്ച നെയിൽ പോളിഷ് അല്ല, നമ്മളുടെ നെയിൽ പോളിഷ് ചെയ്യാനുള്ള ഒരു സാധനമാണ് ഇത്. നമ്മളുടെ നെയിലിലെ ഈ എന്തെങ്കിലും വിണ്ടലോ അല്ലെങ്കിൽ പാടൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോളിഷ് ചെയ്തിട്ട് ഒരു ഷൈനിങ് കൊടുക്കും. അതായത് നമ്മളുടെ നാച്ചുറൽ നെയിലിന് തന്നെ ഒരു ഷൈനിങ് കൊടുക്കുന്നതാണ്.
ഈ ഒരു സ്പേസിലാണ് നമ്മൾ ബഡ്സ് പിന്നെ അതുപോലെ സ്പെക്ട്സ് ഒക്കെ വെക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഡ്രോവറിൽ ഇതാ ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. എപ്പോഴും നമുക്ക് അത്യാവശ്യമുള്ള പെട്ടെന്ന് നോക്കുമ്പോൾ കാണേണ്ട സാധനങ്ങളും. സെക്കൻഡ് ഡ്രോവറിൽ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ഞാൻ കുറച്ച് എൻ്റെ മെഡിസിൻസ്, അത് നോർമലി നമ്മൾ മെഡിസിൻസ് വെക്കുന്ന വേറൊരു ഏരിയ ഉണ്ട്. ഇപ്പോൾ കുട്ടികളുടെ മെഡിസിനോ ഫീവറിനുള്ളതോ അങ്ങനെയൊക്കെ വെക്കുന്ന ഏരിയ ഉണ്ട്. പക്ഷെ അവിടെ നിന്ന് മാറ്റിയിട്ട് കുറച്ച് മെഡിസിൻസ് ഞാൻ യൂസ് ചെയ്യുന്ന മാത്രമായിട്ടുള്ളത് ഈ ഒരു ഡ്രോവറിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പം അത് ആർക്കുമായിട്ടും തെറ്റിപ്പോവുകയൊന്നും ചെയ്യാതിരിക്കാനായിട്ട്. പിന്നെ ഇതിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡയറി അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ ഏറ്റവും താഴത്തെ ഡ്രോവറിലേക്ക് പോയാൽ ഇവിടെയാണ് നമ്മളുടെ ഫാൻസി ഓർണമെൻറ്റ്സോ അങ്ങനത്തെയൊക്കെ വെച്ചേക്കുന്നത്. ഇത് ഞാൻ ജുവലറി ഓർഗനൈസേഷൻ്റെ ഒരു ഓർഗനൈസിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഇപ്പം കളറ് പോകുന്നതോ അങ്ങനെയുള്ള ജുവലറീസ് ആണെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ കൊണ്ടുപോകാനായിട്ട് ഇതുപോലെയുള്ള സിപ്പ് ലോക്ക് ബാഗിലാക്കി വെച്ചാൽ കൺവീനിയൻ്റ് ആയിട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അതുപോലെ ചെയ്ത് വെച്ചേക്കുന്ന സിപ്പ് ലോക്ക് ബാഗ് ഇത്. അപ്പോൾ ഇതിൽ നോർമലി ഉള്ള നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാത്ത ചില ഫാൻസി ഓർണമെന്റ്സ് കാണുമല്ലോ, അപ്പം അത് മാത്രം ഇതുപോലെ സിപ്പ് ലോക്ക് ബാഗിനകത്താക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കാരണം ചിലത് നമ്മളിങ്ങനെ എയറിൽ തന്നെ ഹാങ് ചെയ്യുമ്പോഴത്തേക്കിനും അത് ആ ഒരു എയറുമായിട്ട് ടച്ച് വന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും അതിൻ്റെ കളറ് മങ്ങാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളതും ഇതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ സിപ്പ് ലോക്ക് ബാഗിനകത്താക്കി വെക്കാം. പിന്നെ നമ്മൾ ആ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ ഇപ്പം ഏറ്റവും താഴത്തെ ഡ്രോവറല്ലേ നോക്കിയാൽ അതിൻ്റെ സെയിം തന്നെ അപ്പുറത്തെ സൈഡിലേക്ക് പോയാൽ അവിടെ വെച്ചേക്കുന്നത് ഞാൻ മുൻപ് ഈ പറഞ്ഞതുപോലെ ജുവലറി ഓർഗനൈസേഷൻ്റെ വീഡിയോ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിതിൽ കുറച്ച് കുറച്ച് ചെറിയ പൗച്ചസ് എടുത്ത് വെക്കും നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോകാനാണെങ്കിലോ അല്ല അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക്. അങ്ങനെയുള്ള 3-4 പൗച്ചസ് എവിടെയുള്ളത് നമുക്കിപ്പം ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഉപകാരമായിട്ടുള്ളത്. ഈ പറയുന്ന പോലെ വലിയ ബോക്സ് ഒന്നും എടുത്തിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ഈ ഓർഗനൈസിങ് ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ കുറേ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ പോയിട്ട് അതിൽ പ്ലേലിസ്റ്റിൽ പോയിട്ട് നോക്കുക. അതിനകത്ത് ഹോം ഓർഗനൈസിങ് വീഡിയോസ് എന്ന് പറഞ്ഞ് കാണാം. അപ്പം അതിനകത്ത് ഞാൻ ജുവലറി ഓർഗനൈസിങ്, അതുപോലെ കിച്ചൺ, വാർഡ്രോബ് അതിൻ്റെയൊക്കെ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. കുറേ കാര്യങ്ങൾ ഡീക്ലട്ടർ ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് ഇത്രയും സ്പേസ് ഒരു ഡ്രോവർ ഫുള്ളായിട്ട് എംപ്റ്റി ആക്കാനായിട്ട് പറ്റി. അതായത് ഈ എല്ലാ ഡ്രോവറിൽ നിന്നും ഉള്ള ആ ഒരു സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻറ്റിൻ്റെ പുറത്തും പിന്നെ ആവശ്യമില്ലാതെ കളക്ട് ചെയ്ത് വെച്ചിരുന്ന സാധനങ്ങളും ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പം ഇത്രയും ഒരു ഫുൾ സ്പേസ് ആണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് ഈ ഒരു സൈഡിലെ ഏറ്റവും മുകളിലത്തെ സ്പേസിലേക്ക് പോയാൽ ഇവിടെയും ഇതുപോലെ അത്യാവശ്യമുള്ള സാധനങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് ക്രീംസ് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളും സ്പെക്സും ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴും ഓർഗനൈസ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കണ്ണിന് മുന്നിൽ കാണുന്ന ക്ലട്ടേഴ്സ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്കൊരു ഇമോഷണൽ ബാലൻസ് കിട്ടും എന്ന് തോന്നിയിട്ടുണ്ട്. അതായത് നമ്മൾ ഓരോ പ്രാവശ്യവും കാണുന്നത് നമുക്ക് ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട് എന്നുള്ള ഒരു റിയലൈസേഷൻ വരുമ്പോഴത്തേക്കിനും അത് നമ്മളുടെ ഒരു ഇമോഷണൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതിപ്പം എൻ്റെ മാത്രം തോന്നലാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരുപാട് പേർക്ക് അങ്ങനെ ആയിരിക്കും. പക്ഷെ നമ്മളൊന്ന് ഇരുന്ന് ചിന്തിക്കുമ്പോൾ അത് മനസ്സിലാവുന്നത് ഓരോ പ്രാവശ്യവും ഇങ്ങനെ നമ്മളിത് കാണുന്നുണ്ടാവും പക്ഷെ ചെയ്യുന്നുണ്ടാവത്തില്ല. പക്ഷെ ഓരോ സമയത്തും ഇങ്ങനെ കുറേ സാധനങ്ങൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടിക്കിടക്കുന്നത് കാണുമ്പോൾ അത് എവിടേക്കോ നമ്മളുടെ ടെമ്പറിനെ എഫക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് എല്ലാം സ്പോട്ട്ലെസ് ആയിട്ട് എല്ലാ സാധനങ്ങളും അതിൻ്റെതായിട്ടുള്ള സ്ഥലങ്ങളിൽ തന്നെ ഇരിക്കണം അങ്ങനെയൊന്നുമല്ല. അത് നമുക്ക് പ്രത്യേകിച്ച് കുട്ടികളും കൂടെ ഉള്ള വീട്ടിൽ നല്ല ഡിഫിക്കൽട്ടായിരിക്കും. അതേസമയം കുറച്ച് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ റിമൂവ് ചെയ്തിട്ട് കുറച്ച് ഫ്രീ സ്പേസ് ആയിട്ട് നമ്മൾ കാണുവാണെങ്കിൽ അത് നമ്മളെ മെൻ്റലിയും കൂടെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമായിരിക്കും. ാണ് ഞാൻ പറഞ്ഞ നോൺ സ്ലിപ്പബിൾ മാറ്റ് എന്ന് പറഞ്ഞത്. ഞാൻ മുൻപ് ഒരു വ്ളോഗിൽ, ഒരു ഈദ് ഹോളിഡേയ്സ് വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ ചോദിച്ചൊരു കാര്യമായിരുന്നു കേട്ടോ, ഈ നോൺ സ്ലിപ്പബിൾ മാറ്റ് എവിടെ നിന്നാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് കുറേ ഇങ്ങനെ പ്രോഡക്ട്സ് കിട്ടിയതും അതെല്ലാം ഡീക്ലട്ടർ ചെയ്തു. അങ്ങനെ ഡീക്ലട്ടർ ചെയ്ത് മാറ്റിയ കുറച്ച് പ്രോഡക്ട്സ് ആണിത്. അപ്പം ഇതുമൊക്കെ ഈ ഡ്രോവറിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പം ഇതിനകത്ത് നോക്കിയാൽ കാണാം ചിലതൊക്കെ അതിൻ്റെ പാക്കറ്റൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുനിന്നൊക്കെ ഈ ക്രീംസ് ഒക്കെ ഇങ്ങനെ കുറച്ചൊക്കെ വെളിയിൽ വന്നിട്ട് അതുമൊക്കെ നമ്മുടെ ഡ്രോവർ ചീത്തയാക്കുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെയാണ് റിമൂവ് ചെയ്തേക്കുന്നത്.
അപ്പോൾ ഇന്നത്തെ ഓർഗനൈസിംഗ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ എന്ന് പറയുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞാൻ മറ്റു കുറച്ച് ഓർഗനൈസിംഗ് വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഡീക്ലട്ടറിങ്ങും പിന്നെ ഒരു സിമ്പിൾ ഡ്രസ്സിംഗ് ടേബിൾ ഓർഗനൈസേഷനും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ കണ്ടു നോക്കിയിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടമാകുമെന്ന് തോന്നുന്ന ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്യാനായിട്ടും മറക്കല്ലേ. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. കാണുന്നത് വരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്. അപ്പോൾ ഇതുപോലെയുള്ള മറ്റ് ഓർഗനൈസിംഗ് വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ എടുത്തിട്ട് അതിൽ പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കിനും അവിടെ ഓർഗനൈസിംഗ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറഞ്ഞ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ ഞാൻ ഇതുവരെ പോസ്റ്റ് ചെയ്തേക്കുന്ന എല്ലാ ഓർഗനൈസിംഗ് വീഡിയോസും അതിൽ കാണാം കേട്ടോ. അപ്പോൾ അതും കൂടി കണ്ടു നോക്കുക.